നമസ്കാരം. രാജ്യത്തെ നടുക്കിയ പുൽവാമ ആക്രമണം നേരിൽ കണ്ട CRPF-ൽ 43ാമത് ബറ്റാലിയനിലെ ജ്യോതിറാം ദാസ് എന്ന ജവാൻ ഓർത്തെടുക്കുകയാണ് ആ നിമിഷങ്ങൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജമ്മുവിലെ ക്യാമ്പിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഞങ്ങളുടെ വാഹനവ്യൂഹം വെളുപ്പിന് 3-ന് തിരിച്ചു. വാഹനങ്ങൾ വരിവരിയായി നീങ്ങുകയായിരുന്നു. 12 മണിക്കൂറോളം എവിടെയും നിർത്താതെ വാഹനം നീങ്ങി. രണ്ടിടത്ത് CRPF. അതിഭയങ്കരമായ മഞ്ഞുവീഴ്ചയും തണുപ്പും ഉണ്ടായിരുന്നു. മഞ്ഞ് വീണ് കിടക്കുന്നതിനാൽ വാഹനങ്ങൾ ക്യാമ്പിൽ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. 3 മണിയോടെ കസിഗജ് എന്ന സ്ഥലത്തെ ക്യാമ്പിൽ നിർത്തി. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതാണ്. പക്ഷേ അവിടെയും സ്ഥലക്കുറവിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. മറ്റ് ബറ്റാലിയനിലുള്ളവർ അവിടെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വിശന്ന വയറുമായി വീണ്ടും മുന്നോട്ട് നീങ്ങി. 5 മണിക്ക് പുൽവാമയിലെത്തി. പുൽവാമ പിന്നിട്ടതിന് തൊട്ടു പിന്നാലെ ഞങ്ങൾക്ക് മുന്നിലെയുള്ള ഒരു ബസ് കൊടും ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ജവാന്മാരുടെ ശരീരഭാഗങ്ങൾ ആകാശത്തേക്ക് തെറിക്കുന്നത് കണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിന് മുൻപ് ആക്രമണത്തിൽ തകർന്ന ബസിന്റെ മൾഗാർഡ് ഞങ്ങളുടെ ബസിന്റെ മുൻവശത്തെ ഗ്ലാസിൽ വന്നിടിക്കുകയും ചെയ്തു. ഗ്ലാസുകൾ തകർന്നു. അത് IED ആക്രമണമാണെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇരുമ്പ് പോലും ഛിന്നഭിന്നമാകുന്നത് IED ആക്രമണത്തിൽ സംഭവിക്കുന്നതാണ്. ആക്രമണത്തിൽ തകർന്ന ബസിന്റെ സ്ഥാനത്ത് അതിന്റെ എൻജിൻ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. മറ്റു ഭാഗങ്ങൾ 50-60 അടി ദൂരത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. മാവോയിസ്റ്റ് മേഖലകളിൽ മാത്രമാണ് ഇത്തരം IED സ്ഫോടനങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നുള്ളൂ. ജമ്മു കാശ്മീരിൽ ഇതാദ്യമായിരുന്നു. അതേസമയം 39 ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തെ വീണ്ടും ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ് അമേരിക്ക. തീവ്രവാദത്തിനെതിരെ സ്വയം പ്രതിരോധത്തിന് ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ വ്യക്തമാക്കി. ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ജോൺ ബോൾട്ടൺ ഫോണിൽ സംസാരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ ജോൺ ബോൾട്ടൺ തീവ്രവാദത്തെ നേരിടുന്നതിന് ഇന്ത്യക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കി. തീവ്രവാദ ഗ്രൂപ്പുകളിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് നേരത്തെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും ആ താക്കീത് ആവർത്തിക്കുകയാണെന്നും ജോൺ ബോൾട്ടൺ വ്യക്തമാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനുമായി ചർച്ച തുടരുമെന്നും ജോൺ ബോൾട്ടൺ വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.